പ്രചരണത്തിൽ സ്വന്തം പാർട്ടിയുടെ കൊടി പിടിക്കാൻ ഗതിയില്ലാത്ത ലീഗ് പ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ ഒടുവിൽ അദ്ദേഹം എത്തി. വിടർന്ന ചിരിയും നിറഞ്ഞ മനസ്സും വേറൊരു വഴിയുമില്ലാതെ സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ കൊടും വർഗീയത വിട്ടെറിഞ്ഞ് മൃദുവർഗീയത സ്വീകരിച്ച മുൻ BJP നേതാവും സൈബർ പോരാളിയുമായിരുന്ന സന്ദീപ് വാര്യർ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനമായ പാണക്കാട് തറവാട്ടിലെത്തി. കൊടി പിടിക്കാൻ പോലും ഗതിയില്ലാത്തവരായി മുസ്ലിം ലീഗ് പ്രവർത്തകർ. വടക്കേ ഇന്ത്യയിലെ ഹിന്ദു വോട്ടിനു വേണ്ടി കോൺഗ്രസ് ലീഗിന്റെ പച്ചക്കൊടിയെടുത്ത് താമരശ്ശേരി ചുരത്തിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ രാഹുൽ ഗാന്ധിക്കല്ലേ എന്ന് ഫേസ്ബുക്ക് വഴി ചോദിച്ച സന്ദീപിനെ സ്വീകരിക്കാൻ MLA-മാരായ N. ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം, യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്, KPCC സെക്രട്ടറി V. ബാബുരാജ് എന്നിവരും പാണക്കാടെത്തിയിരുന്നു. മലപ്പുറവുമായി പൊക്കിൾക്കൊടി ബന്ധമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ പറഞ്ഞ്, മലപ്പുറത്തിന്റെ പാരമ്പര്യം മതനിരപേക്ഷതയുടേതാണ്. ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ കാരണം കൊടപ്പനയ്ക്കൽ തറവാടും പാണക്കാട്ടെ കുടുംബവുമാണെന്നും സന്ദീപ് ജി പറഞ്ഞു. വാര്യർജിയുടെ മലപ്പുറ സ്നേഹം നമുക്കെല്ലാം അറിയാവുന്നതാണേ. 2020 പൈനാപ്പിൾ പടക്കം വിഴുങ്ങി ഒരു ആന ചെരിഞ്ഞത് പാലക്കാടായിട്ടും ഈ പൊക്കിൾക്കൊടി ബന്ധത്തിന്റെ പേരിലായിരിക്കും ആ ഗർഭം ജി മലപ്പുറത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയത്. മലപ്പുറത്താണ് ആന മരണപ്പെട്ടതെന്ന വ്യാജ പ്രചരണത്തോടൊപ്പം മലപ്പുറത്തെ മുൻനിർത്തി മുസ്ലിം വിരുദ്ധതയും BJP, RSS, ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ട്വിറ്റർ വഴി പ്രചരിപ്പിച്ചിരുന്നു. സംഭവം നടന്നത് പാലക്കാടാണെങ്കിലും മലപ്പുറത്തോടുള്ള സ്നേഹം കാരണം ഫേസ്ബുക്കിൽ മലപ്പുറം എന്നുള്ള ഹാഷ്ടാഗ് ഒഴിവാക്കില്ലെന്ന് അന്ന് ജി വാശി പിടിച്ചിരുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ ആക്രോശിച്ച നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPI പിന്തുണ നൽകിയ UDF-ന് തന്റെ കൂടി പിന്തുണയർപ്പിച്ചുകൊണ്ടാണ് KPCC-യുടെ നിർദ്ദേശപ്രകാരം സന്ദീപ് വാര്യർ പാണക്കാട് സന്ദർശനം നടത്തിയത്. 4 വോട്ടിനു വേണ്ടി ഹിന്ദു ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ കൊലവിളി നടത്തുന്ന മതഭീകരവാദികളുമായി സഖ്യം ചേരാൻ പോലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മടിയില്ല എന്ന് ശക്തിയുക്തം വിളിച്ചു പറഞ്ഞ സന്ദീപ് വാര്യർ ഇനി തന്റെ മുൻ പാർട്ടി പാപങ്ങൾ എങ്ങനെ കഴുകിക്കളയുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.